ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മണി പേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ സംഭവം ഉണ്ടാകാൻ ഭയങ്കര സിമ്പിളായിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് പണികളൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇവിടെ 2 കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിലൊരു കളർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 5x5 വരുന്ന ഒരു സ്ക്വയർ വരച്ചിട്ട് അതിലൊരു ബാഗിൻ്റെ ഷേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ ഷേപ്പ് അത് വെച്ചിട്ട് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലേ രണ്ടും കൂടെ ഒരേ സൈസിൽ വരുള്ളൂ കേട്ടോ. ഫ്രീ ഹാൻഡായി വരയ്ക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്ട്രിപ്പ് ഇതുപോലെ ഒരു ഫോം ഷീറ്റിൽ തന്നെ ഒരു സ്ട്രിപ്പും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പീസസിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പീസാണ് കേട്ടോ. നമ്മുടെ ബാഗിൻ്റെ അതായത് ബാഗിൻ്റെ ബോട്ടം നമ്മളെ സൈഡ് പാർട്ടിലൊക്കെ ഇങ്ങനെ വരുമല്ലോ, ആ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന പാർട്ട് കട്ട് ചെയ്ത് കളയുക. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ നിങ്ങൾ ഒരിക്കലും ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടൊന്നും ഒട്ടിക്കാണ്ടിരിക്കുക. കാരണം ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ കംപ്ലീറ്റ് ഗ്ലിറ്റർ നിങ്ങളുടെ കയ്യിൽ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ മാക്സിമം ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫെവിക്കോൾ വെച്ചിട്ട് അത് എഫക്റ്റീവ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ശേഷം ഒരു ഫ്ലാപ്പ് ലിഡും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഹുക്കും കൂടെ ഞാൻ അതിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഫ്ലാപ്പ് ലിഡിൻ്റെ എഡ്ജസ് ഒന്ന് ഞാൻ കേർവ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ അതോടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്ലാപ്പ് ലിഡിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ചെറിയ സ്ട്രിപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഞാൻ ലാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് കുടുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഹാൻഡിലാണ് കേട്ടോ. 2 ഹാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹുക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബാഗിൻ്റെ ഒക്കെ മുകളിൽ ഉണ്ടാവില്ല ഒരു സംഭവം, അതെന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും അതും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് കോയിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സംഭവം സക്സസ് ആണ്. അടിപൊളിയായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഐറ്റൊക്കെ എവിടെയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ ഹാപ്പി ആക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഫോം ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ മറക്കാണ്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്ക്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.